എടിയേ, നാളെ എന്തൊക്കെ പണിയാണോ എന്തോ അവർ പ്ലാൻ ചെയ്ത് വെച്ചത്. ഞാൻ അവരുടെ കൂടെ അല്ലല്ലോ ദിയ. എന്നാലും നിനക്ക് ഊഹിച്ചൂടെ അനു? നിനക്ക് ഊഹിക്കാലോ. എൻ്റെ ഊഹാവുമ്പോൾ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അതാ ഞാനും ദിയയും കൂടെ നാളെ ഫ്രഷേഴ്സ് ഡേ ആണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ടെൻഷനായിട്ട് കിടക്കുകയാണ്. സിത്തുവിനെ വിളിച്ച് നോക്കാം. ദിയ അതും പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് വിളിച്ചു. പറ മോളെ. എടി, നിനക്കെന്താ പണി? ഞാനിവിടെ യോഗ ചെയ്യാൻ പോവുക. ഈ നേരത്തോ? ദിയ ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും സിത്തു കലിപ്പിൽ, എടി കോപ്പേ, ഈ നേരത്ത് ഉറക്കല്ലാതെ വേറെ പണിയൊന്നും എനിക്കില്ല. എന്തിനാണ് ഈ വിളിച്ചേ? സിത്തു കലിപ്പായതും ദിയ എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അല്ല, നാളെ എന്തൊക്കെ പണി വരും എന്തോ പേടിയാവുന്നടി. എൻ്റെ ഏട്ടന്മാരല്ലേ, വല്ലാതെ ഒന്നും ഉണ്ടാകില്ലെന്നേ. കൂൾ ബേബി. സിദ്ധു പറഞ്ഞത് കേട്ടപ്പോൾ ചെറുതായിട്ടൊരു സമാധാനം വന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. കൂടുതലൊന്നും പറയുകയോ ചെയ്യുകയും കൂടാതെ സിദ്ധു കോൾ കട്ട് ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ, അനുഭവിക്കാൻ തയ്യാറായി ഞങ്ങൾ ഉറങ്ങി. അനു, എനിക്കിടി. ഉറക്കത്തിൽ നല്ല തട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. മുന്നിൽ തന്നെ ദിയ കാളി തുള്ളി നിൽക്കുന്നുണ്ട്. എന്തുറക്കാടി? സമയായോ? ഞാൻ ഇളിച്ചോണ്ട് ചോദിച്ചതും ദിയയുടെ നോട്ടം കണ്ട് മിണ്ടാതിരുന്നു. ഞാൻ പറയുന്നില്ല. ഓഹോ, അധികം ഞാനല്ലേ നിന്നെ വിളിക്കാറ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല മോളെ. ആ, അതുകൊണ്ട് മാത്രം സഹിക്കുന്നു. ഓഹോ. അതും പറഞ്ഞ് ഞാൻ വേഗം കുളിക്കാൻ കയറി. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് പോയി. ഗേറ്റ് കടന്നതും സിത്തു മുന്നിൽ തന്നെയുണ്ട്. എപ്പോൾ ലാൻഡി? ഇപ്പം ലാൻഡിയേ ഉള്ളൂ. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, ഓഡിറ്റോറിയത്തിൽ പോകാലോ. എൻ്റെ പൊന്ന് ദിയ, നിനക്കൊരു പേടിയില്ലേടി? ദിയയുടെ ചോദ്യം കേട്ടതും സിത്തു ചോദിച്ചു. പേടിയൊക്കെ ഉണ്ടടി, എന്നാലും പ്രോഗ്രാം കാണാൻ ഒരിഷ്ടം. പിന്നെ ലാസ്റ്റ് DJ ഒക്കെ ഇല്ലേ? ദിയ പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊന്നും ഉള്ളതിൻ്റെ ഓർമ്മ പോലും വന്നത്. ആ, അതുണ്ട്. ഇപ്പോൾ ക്ലാസ് ഉണ്ട് മോളെ. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം. ഓഹോ, എന്നാൽ ക്ലാസ്സിന് പോകാം. അതും പറഞ്ഞ് അവരെയും കൊണ്ട് ഞാൻ ക്ലാസ്സിൽ കയറി. എല്ലാവരും എന്തെങ്കിലും പണി കിട്ടുമോ എന്ന ടെൻഷനായിട്ട് ഇരിപ്പാണ്. മിസ് വന്നതും പ്രസൻ്റ് എടുത്തു. പിന്നെ ഫ്രഷേഴ്സ് ഡേയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. ഇത് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് ലീവ് എടുക്കും പിള്ളേരെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും വന്നല്ലോ, വലിയ കാര്യം. മിസ്സേ, നല്ല പണി വല്ലതും തരുമോ ഞങ്ങൾക്ക്? ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് വന്നത് പോലും. ക്ലാസ്സിലെ ഒരു ബോയ് ആണ് പറഞ്ഞത്. ഏയ്, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് റാഗിങ് അല്ല മക്കളെ, ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുക. അതും കുറച്ച് ഗ്രാൻഡായിട്ട് നടത്തുന്നു എന്നേ ഉള്ളൂ. പിന്നെ ആരും പേടിച്ച് പോകാതിരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടല്ലോ. എല്ലാവരും പേര് വിളിക്കുമ്പോൾ പോയിക്കോണം. പേടിക്കാൻ മാത്രം ഒരു പണിയും തരില്ലെന്നേ. പിന്നെ ഇതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേജ് ഫിയറൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതും പറഞ്ഞ് മിസ് പോയതും ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. എന്തു പറഞ്ഞിട്ടെന്താ കാര്യം, ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഒരാദ്യമാണ്. അതെ അതെ, നിങ്ങൾ വാ, ഇപ്പം പോയാലേ ഉള്ളൂ സീറ്റ് കിട്ടുക. പേടി എല്ലാവർക്കും ഉണ്ടെങ്കിലും ഓഡിറ്റോറിയത്തിലെ സീറ്റെല്ലാം ഫുള്ളാകും. അത്രയും നേരത്തെ വന്നിരിക്കും. എന്തോ ഭാഗ്യം, ബാക്ക് സീറ്റൊക്കെ ഒഴിവാണ്. ഞങ്ങൾ അവിടെ കയറിയിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ടായതും ഞങ്ങളെപ്പോലെ തന്നെ പേടിച്ചിരിപ്പാണ് ഭൂരിഭാഗം പേരും. ചെയർമാൻ സിദ്ധുവേട്ടനായതുകൊണ്ട് പുള്ളി സ്റ്റേജിൽ കയറി. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഡേ ആണ്. എല്ലാവരും സെറ്റല്ലേ? സിദ്ധുവേട്ടൻ അത് ഉച്ചത്തിൽ ചോദിച്ചതും ഞാനടക്കം എല്ലാവരും പേടി പോലും മറന്ന് എസ് എന്ന് ആർത്തു. പിന്നെ ക്ലാസ്സിൽ മിസ് പറഞ്ഞ പോലെ ആരും പേടിച്ചു വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. പ്രോഗ്രാം സ്റ്റാർട്ടാക്കി. ആദ്യം തന്നെ ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ച് പണി കൊടുത്തു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പണി തന്നെയാണ് കൊടുത്തത്. എല്ലാവരെയും വിളിക്കുമ്പോൾ പോകുന്നുമുണ്ട്. സിത്താര ബികോം. കിച്ചുവേട്ടൻ വിളിച്ചതും ഞങ്ങളെ 3 പേരുടെ ഉള്ളിലും ആദ്യം കയറി. ഡി,
നിന്നെയാ വിളിക്കുന്നത്. പോയി വാ മോളെ. അനു, എനിക്ക് പേടിയാകുന്നടി. എന്തിന്? നമ്മൾ ഇത്ര നേരം കണ്ടില്ലേ, സിമ്പിൾ പണിയല്ലേ, പോയി വാടി. സിത്തുവിന് ധൈര്യം കൊടുത്തു വിട്ടെങ്കിലും സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. സിത്തുവിന് കിട്ടിയ പണി സോങ് അവർ വെക്കും, അതിന് ഡാൻസ് ചെയ്യുക, അതും ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. സിത്തു നല്ല അടിപൊളിയായി കളിച്ചു പോന്നു. പൊന്നുമോളെ കലക്കി. സിത്തു വന്നതും ഞാനും ദിയയും കൂടെ അവളെ കെട്ടിപ്പിടിച്ചു. ദിയ ഫാത്തിമ ബികോം. പെട്ടെന്ന് ദിയയുടെ പേര് കേട്ടതും ദിയ സ്പോട്ടിൽ എണീറ്റു. പിന്നെയാണ് അവൾക്ക് ബോധം വന്നത് പണി തരാനാണ് വിളിച്ചതെന്ന്. അവളുടെ നിൽപ്പ് കണ്ടതും ഞാനും സിത്തുവും ചിരിച്ചുപോയി. അവൾക്ക് കൊടുത്ത പണി പ്രൊപ്പോസ് ചെയ്യുക എന്നതായിരുന്നു. ആള് വേണമെന്നൊന്നുമില്ല, തനിയെ നിന്ന് ആരേലും ഉണ്ടെന്ന് കരുതി പറയാൻ. കിച്ചുവേട്ടാ, അത് വേണോ? മൈക്ക് പിടിച്ചോണ്ടാണ് ദിയ പറയുന്നത്. മോളെ വേണം, അല്ലെങ്കിൽ പാവയ്ക്ക ജ്യൂസ്, എന്ത് വേണം നീ തിരഞ്ഞെടുത്തോ. ഒന്ന് പ്രൊപ്പോസ് ചെയ്ത് നോക്ക് ദിയ, ഒരു റിഹേഴ്സലാകുമല്ലോ. അരുണേട്ടൻ അതും പറഞ്ഞ് ആക്കി ചിരിച്ചതും എല്ലാവരും അവൾക്ക് ക്ലാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കൊടുത്തു. അവരത് അവൾക്ക് തന്നെ വേണമെന്ന് വെച്ച് കൊടുത്ത പോലെ എനിക്ക് തോന്നി. അവസാനം അവൾ പ്രൊപ്പോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇതാ ഈ റോസ് പിടിച്ചോ, ആളില്ലെങ്കിലും ഒറിജിനാലിറ്റി തോന്നിക്കട്ടെ, സിദ്ധുവേട്ടൻ പറഞ്ഞു. ഞാനും സിത്തു ദിയ എന്തായിരിക്കും എങ്ങനെയായിരിക്കും പറയുക എന്നൊക്കെ ചിന്തിച്ചു അവളെ തന്നെ നോക്കിയിരുന്നു. ദിയ അപ്പോൾ പൂവ് കുറച്ച് ചരിച്ച് നീട്ടിപ്പിടിച്ചു പറഞ്ഞു തുടങ്ങി. എന്തു പറയണം എന്നൊരു ഐഡിയയില്ല, എന്നാലും പറയാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ട അന്ന് തന്നെ സ്പാർക്ക് അടിച്ചു. പിന്നെ അത് പ്രണയമായി മാറി. ഈ കോളേജിൻ്റെ ഇടനാഴിയിലൂടെ കൈയും പിടിച്ച് നടക്കണമെന്നൊന്നും ഞാൻ പറയൂല. ഉത്തരവാദിത്തം കൂടുമ്പോൾ അതിന് പറ്റില്ലല്ലോ. എന്നാലും എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക, അതുമാത്രം. അല്ലെങ്കിൽ വേണ്ട, ഇത്ര മതി. ഐ ലവ് യു, വിൽ യു മാരി മീ? നീട്ടിപ്പിടിച്ച റോസ് ഒന്ന് ചെരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തിയതും കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ എല്ലാവരും ആർപ്പ് വിളിച്ചു. പൂവ് സിദ്ധുവേട്ടന് തന്നെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവൾ പോന്നു. ഞാനും സിത്തുവും ഇവൾക്കിതെങ്ങനെയൊക്കെ പറയാൻ അറിയോ എന്ന മട്ടിൽ ഞെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. എന്താടി നോക്കുന്നത്? നീ തന്നെ ആണോടാ പറഞ്ഞതൊക്കെ? അതെ മോളെ. എന്നാലും ഞാൻ താടിക്ക് കൈ കൊടുത്തിരുന്നതും അവൾ പറഞ്ഞത് കേട്ട് ഇടി ഭയങ്കരി എന്ന് അറിയാതെ വിളിച്ചു പോയി. സൈഡിൽ നിൽക്കുന്ന അൻവർ സാറിന് നേരെയാണ് അവൾ പൂ നീട്ടിയത്. പറഞ്ഞതൊക്കെ ആളെ നോക്കിയും. അനന്യ ബികോം. അപ്പോൾ എനിക്കുള്ള സമയമായതും ഞാൻ പേടിയൊക്കെ മറച്ചു പിടിച്ച് അവർക്ക് നേരെ ചെന്നു. എനിക്ക് എന്തു പണിയാണോ എന്തോ തരാൻ ഉദ്ദേശിച്ചത്. നല്ല പേടിയുണ്ടേലും പുറത്ത് കാണിക്കാതെ പോയി നിന്നു. സിദ്ധുവേട്ടൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ച് പേരും ക്ലാസും എല്ലാം പറഞ്ഞു. എനിക്കുള്ള പണി പറഞ്ഞതും ഞാൻ ഞെട്ടി പണ്ടാരടങ്ങി. ഒരു പ്ലേറ്റിൽ പൊടി നിറച്ചു വെച്ചിട്ടുണ്ട്, അതിൽ ഒരു കോയിനുമുണ്ട്. അത് ഊതിയെടുക്കാൻ. ഈ പൊടിക്കുള്ളിൽ നിന്ന് എങ്ങനെ എടുക്കാനാ കോയിൻ? വല്ല ഡാൻസോ പാട്ടോ ഒക്കെ ആണേൽ സീനില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിഷ്കുവായി കിച്ചുവേട്ടനെ നോക്കിയതും ആൾ എന്നോട് വേഗം ചെയ്തോ, ഇല്ലെങ്കിൽ പാവയ്ക്ക ജ്യൂസ് കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും ആർപ്പ് വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. 2 കൽപ്പിച്ച് പ്ലേറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ആദ്യത്തെ ഊതലിൽ തന്നെ എൻ്റെ മുഖം മുഴുവൻ പൊടിയായി. അപ്പോൾ എല്ലാവരും ചിരിക്കാനൊക്കെ തുടങ്ങിയതും വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ഊതലായിരുന്നു. അവസാനം കോയിനെടുത്ത് സിദ്ധുവേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് പോരാൻ നിന്നതും ആൾ എന്നെ പെട്ടെന്ന് വലിച്ചുപോയി. സ്റ്റേജിൻ്റെ സൈഡിൽ ഒരു റൂം ഉണ്ടായിരുന്നു, അവിടേക്കാണ് കൊണ്ടുപോയത്. എന്താണ്? ആകെ പൊടി പിടിച്ച് എൻ്റെ കോലം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഈ കോലത്തിലാണോ അവിടേക്ക് പോയി ഇരിക്കാൻ നിൽക്കുന്നത്? അതിനെന്താ? അതിനൊന്നുമില്ല. അറിഞ്ഞോണ്ടല്ലേ എനിക്ക് ഈ പണി തന്നെ തന്നത്. അത് ശരി, നീ എടുത്ത ലോട്ടിൽ നിനക്കുള്ള പണി വന്നത് ഞാൻ ചെയ്തോണ്ടാണോ? സിദ്ധുവേട്ടനോട് കെറിവിച്ച് പോകാൻ നിന്നതും പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ചേർത്ത് പിടിച്ചു. ഒരു പിടച്ചിലോടെ ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കിയതും ആ നോട്ടത്തിൽ മറ്റെന്തൊക്കെയോ അർത്ഥം ഉള്ള പോലെ തോന്നി. എൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നതും ഞാൻ ആളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു തുള്ളി പോലും വിട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. പതിയെ സിദ്ധുവേട്ടൻ്റെ കൈ എൻ്റെ മുഖത്തിന് നേരെ ചലിച്ചതും
ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. മുഖത്തെ പൊടി കളയാൻ തുടങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാതെ അനങ്ങാതെ അതേപടി നിന്നുപോയി ഞാൻ. സിദ്ധുവേട്ടൻ തന്നെ മുഖത്തെയും മുടിയിലെയും പൊടിയെല്ലാം കളഞ്ഞു തന്നു. എന്നെ വിട്ടതും ഞാൻ വേഗം എൻ്റെ ടോപ്പൊക്കെ ഒന്ന് കുടഞ്ഞ് പൊടി കളഞ്ഞു. പോരാനും നിന്നതും ആള് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിൽ തന്നെയാണ് ശ്രദ്ധ എന്ന് കണ്ടതും പെട്ടെന്ന് റൂമിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നു. ദിയയുടെയൊക്കെ അടുത്തു പോയിരുന്നു. പെട്ടെന്ന് തന്നെ പണി കൊടുക്കൽ കഴിഞ്ഞ് DJ തുടങ്ങി. അപ്പോൾ മറ്റെല്ലാം മറന്ന് അർമാദിച്ചു. പ്രോഗ്രാം വൈബായതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും തിരിച്ചു പോരുമ്പോൾ. അതേക്കുറിച്ച് തന്നെ ഗേറ്റ് കടക്കുവോളം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ലേറ്റായാണ് എല്ലാവരും പോയത് തന്നെ. ഹോസ്റ്റലിൽ ചെന്നതും ഒറ്റ കിടത്തായിരുന്നു. ക്ഷീണം മുഴുവൻ തീർത്തിട്ട് എണീക്കാൻ നിന്നുള്ളൂ. പൊടിയിൽ കുളിച്ച അനുവിനെ കണ്ടതും ആ കോലത്തിൽ അവിടേക്ക് വിടണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് റൂമിലേക്ക് വലിച്ചത്. അത്രയും അടുത്ത് പെണ്ണ് വന്നു നിന്നതും കയ്യിൽ നിന്ന് പോയി. ഒരുവിധമാണ് പൊടി തുടച്ചത്. എല്ലാം ഒരു ആവേശത്തിൽ അങ്ങോട്ട് ചെയ്യായിരുന്നു. അവൾ പോയതും എൻ്റെ മേലും പൊടി മുഴുവനായെന്ന് അതൊക്കെ തട്ടിക്കളഞ്ഞ് സ്റ്റേജിലേക്ക് തന്നെ കയറി. എന്തായിരുന്നു മോനെ അവിടെ? കേറിയ പാടെ കിച്ചു ചോദിച്ചപ്പോൾ അവൻ്റെ വയറിന് ഒരു തട്ട് കൊടുത്തോണ്ട് വേഗം പോന്നു. ഇല്ലെങ്കിൽ ഇനി അതു മതി ചോദ്യം ചെയ്യൽ തുടങ്ങാൻ. അനുവിനെ മെല്ലെ നോക്കിയതും അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ നോക്കിയത് കണ്ടതും പെട്ടെന്ന് പിടഞ്ഞുകൊണ്ട് നോട്ടം മാറ്റി. ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. ഇടയ്ക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റും. ആ മിഴികളിൽ എന്നെ തേടി വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി പോൽ. മുഖത്തു വിരിഞ്ഞ ചിരി മായ്ച്ചു കളയാതെ അനുവിനെ തന്നെ നോക്കി നിന്നതും പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു തട്ട് കിട്ടി. എന്താ സിദ്ധു, പതിയെ നോക്ക്, അല്ലേലേ ഞങ്ങളുടെ പെങ്ങളങ്ങ് കരിഞ്ഞു പോകും. ഒരു ആക്കി ചിരിയോടെ അരുൺ അത് പറഞ്ഞു ചിരിച്ചതും കിച്ചുവും കൂടെ കൂടി. രണ്ടുപേരെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഒന്ന് പോടാപ്പ എന്ന് പറഞ്ഞു നിന്നു. പിന്നെ അനുവിനെ നോക്കാനേ നിന്നില്ല. അല്ലെങ്കിൽ ഇവന്മാർ സമാധാനം തരത്തില്ല. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതും കുറച്ച് ലേറ്റായാണ് പോയത്. DJ ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണം നല്ലോണം ഉള്ളതുകൊണ്ട് വേറെ ഒന്നിനും നിന്നില്ല. ഒറ്റ കിടപ്പായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും തോന്നാത്തത് കൊണ്ട് കോളേജിലേക്ക് പോയി. അവിടെ എത്തിയതും കാവലിരിക്കുന്നുണ്ട് അനുവും ദിയയും. ഗുഡ് മോർണിംഗ്.